ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ ഒരു മടി പിടിച്ച മണ്ടയിലേക്ക് സ്വാഗതം. പനിയും ജലദോഷം തുമ്പലും ചീറ്റലൊക്കെ കാരണം കുറച്ച് ദിവസത്തേക്ക് തൊണ്ടയിൽ ഞെണ്ടിറിക്കിയ സൗണ്ട് ആയിരിക്കും. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് മൺഡേ രാവിലെ എഴുന്നേക്കാൻ തിരി മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് അതിൽ നിന്ന് കുറച്ചെടുത്ത് അല്ലൂസിന് കൊടുത്തിട്ട് വേണം അംഗൻവാടിയിൽ വിടാനായിട്ട്. ചെക്കൻ അംഗൻവാടി പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കാനൊക്കെ വളരെ വളരെ സിമ്പിളാണ്. സാധാരണ അമ്മമാരെ പോലെ മൽപ്പിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് അല്ലൂസിനെ അംഗൻവാടിയിലാക്കാൻ പോവാറിട്ടോ. ചെറുതായിട്ടൊരു സൈഡ് വലിവ് ഉണ്ടോ? ഇല്ല അല്ലേ, എന്റെ തോന്നലായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കറണ്ട് ഇല്ല ഗൈസ്. മൊത്തത്തിൽ മൂഞ്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ജനലിന്റെ അതിൽ കൂടെ നോക്കുമ്പോൾ ഒരു സംഭവം ഞാൻ ഇന്നലെ നോട്ട് ചെയ്തതാണ്. കുറെ നാളായിട്ടുള്ള ഒരു സംശയമാണ്. അപ്പൊ നമ്മുടെ ചേട്ടൻ്റെ അടുത്തും കൂടി അഭിപ്രായം ചോദിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നിട്ട് നിരീക്ഷിക്കുകയാണ്. അപ്പൊ ഇന്നലത്തെ നിരീക്ഷണത്തിന്റെ നിഗമനം എന്നോണം ഞങ്ങൾ അത് അങ്ങോട്ട് ഉറപ്പിച്ചു വിട്ടു. അപ്പൊ ഈ കാണുന്ന ഈ ഒരു ചേമ്പാണ് നമ്മുടെ കാട്ടുചേമ്പ്. ഇതിന്റെ ഇലയൊക്കെ അങ്ങോട്ട് നിരീക്ഷിച്ച ശേഷം അപ്പുറത്ത് മാറി നിൽക്കണം ഈ ഒരു ചേമ്പുണ്ടല്ലോ. സംഭവം നമ്മുടെ വൈറൽ താരമായിട്ടുള്ള ട്രോപ്പിക്കൽ ഗാർഡനിൽ വെക്കുന്ന ഈ അലോക്കേഷ്യ ഇനത്തിൽപ്പെട്ട ഒരു ചേമ്പല ഉണ്ടല്ലോ, അതാണോ എന്നാണ് ഞങ്ങളുടെ സംശയം. പക്ഷെ ചില സമയത്ത് തോന്നും ഇതാ സംഭവമാണെന്ന്, ചിലപ്പോൾ തോന്നും ഇത് കാട്ടുചേമ്പ് തന്നെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇപ്പൊ എന്താണ് തോന്നിയത്? ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇട്ടു കുട്ടികളെ. ഇത് അതാണ് എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ മുന്നും നോക്കില്ല, വേഗം തന്നെ അവിടെ കയറി വെട്ടിപ്പറിച്ചെടുത്ത് നമ്മുടെ മുറ്റത്ത് കൊണ്ടുപോയി വെക്കുന്നതായിരിക്കും. അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നത്. അംഗനവാടിയിൽ നിന്ന് നമ്മുടെ അല്ലൂസ് അവിടെ പൊളിച്ചെടുക്കുന്നുണ്ട്, വേഗം വായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി അവിടെ എത്തിയപ്പോഴത്തേക്കാൾ വലിയ വയൽ കരച്ചിൽ കേട്ടോടെ നിന്നപ്പോഴത്തേക്കാൾ ആള് വേഗം എൻ്റെ അടുത്തേക്ക് വന്നോട്ടെ. എന്നെ കണ്ടപ്പോഴത്തേക്കാളും ഇത്തിരി സങ്കടം ഉണ്ടെങ്കിലും ഒന്ന് സമാധാനമായിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇല്ലെങ്കിൽ അവിടെ വലിയൊരു സീൻ ഉണ്ടാകും എന്ന് വിചാരിച്ചു. അങ്ങനെ വീടെത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അല്ലൂസിന് സമാധാനമായത് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആൾ പറയാണ് ആൾക്ക് തിരിച്ച് അംഗൻവാടി പോകണമെന്ന്. അപ്പോൾ ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഗൈസ്? പറ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.